സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പടച്ച റബ്ബിനോട് കാവൽ ചോദിക്കുന്നു. മിൻ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹാ, ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു അല്ലാഹു ദുആക്ക് ഉത്തരം കൊടുക്കണമെങ്കിൽ അവന്റെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, വഹുവല്ലദീ യഖ്ബലു തൗബത അൻ ഇബാദിഹി വയഅഫൂ അനിസ് സയ്യിആതി വയഅലമു മാ തഫ്അലൂൻ വയസ്തജീബുൽ ലദീന ആമനൂ വഅമിലുസ് സാലിഹാതി വയസീദുഹും മിൻ ഫളിഹി വൽ കാഫിറൂന ലഹും അദാബുൻ ശദീദ്. അല്ലാഹു തആല തൗബ സ്വീകരിക്കുന്ന രാജാവാണ്. وهو الذي يقبل التوبة عن عباده ويعفو عن السيئات, തെറ്റുകൾക്ക് മാപ്പ് കൊടുക്കുന്ന രാജാവാണ്. വയഫ്അലു മാ വയഫ്അലു വയഅലമു മാ തഫ്അലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതൊക്കെ അറിയുന്ന രാജാവാണ്. ആ രാജാവ് എന്താ ചെയ്യുന്നത്? വയസ്തജീബുൽ ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത്, ഈമാനും സൽക്കർമ്മവുമുള്ള മഹാന്മാർക്ക് അല്ലാഹു തആല ഉത്തരം കൊടുക്കുന്നതാണ്. മഹാന്മാരെ പ്രാർത്ഥനക്ക് അല്ലാഹു ഉത്തരം കൊടുക്കും. വയസ്തജീബുൽ ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത് വയസീദുഹും മിൻ ഫളിഹി, അവന്റെ ഔദാര്യത്തിൽ നിന്ന് എത്രയോ അല്ലാഹു തആല വർദ്ധിപ്പിച്ച് ഈമാനും സൽക്കർമ്മവുമുള്ള ആളുകൾക്ക് അല്ലാഹു തആല കൊടുക്കും. എല്ലാവരുടെ ദുആയും ഒരുപോലെയല്ല, എല്ലാവരുടെ ചോദ്യവും ഒരുപോലെയല്ല. വയസീദുഹും മിൻ ഫളിഹി വൽ കാഫിറൂന ലഹും അദാബുൻ ശദീദ്. അതേ സമയത്ത് ഈമാനില്ലാത്തവന്റെ ദുആ അത് അല്ലാഹുവിനുള്ള ഇബാദത്തല്ല. വമാ ദുആഉൽ കാഫിരീന ഇല്ലാ ഫീ ളലാൽ, അവിശ്വാസിയുടെ പ്രാർത്ഥന അത് പടച്ച റബ്ബിനുള്ള ഇബാദത്തല്ല, അത് വഴികേടാണെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. അതിനുത്തരമില്ല. അതിന് ഇക്റാമിന്റെ നിലക്ക്, ആദരവിന്റെ നിലക്കുള്ള ഉത്തരം അല്ലാഹു കൊടുക്കുന്നില്ല. വയസ്തജീബുൽ ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത്, ഈമാനും സൽക്കർമ്മവുമുള്ള മഹാന്മാരുടെ ദുആക്ക് അല്ലാഹു ഉത്തരം നൽകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ അതേ വമിൻ ദഅവത്തിൽ ലാ യുസ്തജാബു ലഹാ, ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു അല്ലാഹ്. നമ്മൾ ഹറാമ് തിന്നരുത്, ഹറാമ് കുടിക്കരുത്, ഹറാമ് ധരിക്കരുത്. നമ്മുടെ ചെറിയ മക്കൾ നമ്മളോടൊരു അക്രമവും ചെയ്തിട്ടില്ല, നമ്മളെ ഭാര്യമാര് നമ്മളെ ആക്രമിച്ചിട്ടില്ല, നമ്മളെ ബാപ്പയും ഉമ്മയും നമ്മളെ ആക്രമിച്ചിട്ടില്ല. ഇനി ഞാൻ പറയട്ടെ, ഞാൻ ഇതെന്തിനാ പറഞ്ഞത്? നമ്മൾ ഒരിക്കലും ആ പാവപ്പെട്ട കുട്ടികളെ ആക്രമിക്കരുത്. എങ്ങനെയാണ് അക്രമം? വമാ നബത മിനൽ ഹറാമി ഫന്നറു ഔലാ ബിഹി, നരകം കൊണ്ട് ബന്ധപ്പെട്ടതാണ് ഹറാമിനാൽ ഉണ്ടാകുന്ന മാംസം, ഹറാമിനാൽ വളരുന്ന സെല്ല്, ഹറാമിനാൽ വളരുന്ന എല്ല്, ഹറാമിനാൽ വളരുന്ന മാംസം, ഹറാമിനാൽ ഉണ്ടാകുന്ന ശരീരം, അത് നരകം കൊണ്ട് ബന്ധപ്പെട്ടതാണ്. ഹറാമായ ഭക്ഷണമാണോ നമ്മളെ മക്കൾക്ക് നമ്മൾ തീറ്റിക്കുന്നത്? ഹറാമായ വെള്ളമാണോ കുടിപ്പിക്കുന്നത്? ഹറാമായ വസ്ത്രമാണോ ധരിപ്പിക്കുന്നത്? എങ്കിൽ അവരെ നമ്മൾ നരകത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുകയാണ്. ഓ സഹോദരന്മാരെ, ഒരു തെറ്റും ചെയ്യാത്ത കുഞ്ഞു മക്കളെ എന്തിനക്രമിക്കണം? ഒരു തെറ്റും ചെയ്യാത്ത ബാപ്പയും ഉമ്മയും നമ്മൾ എന്തിനക്രമിക്കണം? അതുകൊണ്ട് തന്നെ മറ്റൊരുത്തന്റെ നമ്മളെ കയ്യിലാകരുത് എന്നതിനെ സംബന്ധിച്ച് നല്ല ബോധം നമുക്കുണ്ടാകണം. അല്ലാഹുവേ, മറ്റൊരാളെ ഹക്കും കയ്യിലാകാതെ, ഒരു സ്ഥാപനത്തിന്റെയും ഒരു ദീനിന്റെയും ഒരു നയാകാശം ഞങ്ങളെ കൈവശത്തിൽ വിട്ടുപോകാതെ ഞങ്ങൾക്ക് അതാ നിന്റെ അടുക്കൽ ഖാലിസായി മുഖ്ലിസായി ജീവിച്ച് മരിക്കാൻ നീ തൗഫീഖ് തരണം അല്ലാഹ്. ഞങ്ങളെ ദീനീ പ്രവർത്തനത്തിൽ ലോകത്ത് ആര് സഹായിച്ചിട്ടുണ്ടോ, സഹകരിച്ചിട്ടുണ്ടോ, അവർക്കൊക്കെയും ദുനിയാവിലും ആഖിറത്തിലും നീ അവർ ഉദ്ദേശിക്കുന്നത് കൊടുക്കണം അല്ലാഹ്. ഓ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ മറന്നുപോയോ എന്നറിയില്ല. 50 വർഷമായി വിസർജനം നടത്തുന്നൊരു മനുഷ്യൻ, ആ മനുഷ്യൻ ആലോചിക്കുന്നില്ല മൂത്രമൊഴിക്കുക, വിസർജിക്കുക എന്ന് പറയുന്ന അനുഗ്രഹത്തിന്റെ വലിപ്പം. അറിയലെപ്പോഴാണെന്നറിയോ? 75, 80, 90 വയസ്സായതിനു ശേഷം ഒരു ദിവസം ഒരു മനുഷ്യന്റെ മൂത്രമങ്ങ് ബന്ധായി പോയാൽ, മലം ബന്ധായി പോയാൽ അപ്പോഴല്ലേ അറിയുന്നത് 90 വർഷം ഞാൻ എത്ര പ്രാവശ്യം മൂത്രമൊഴിച്ചിട്ടുണ്ട്, എത്ര പ്രാവശ്യം വിസർജിച്ചിട്ടുണ്ട്. ആ സമയത്ത് ആ അനുഗ്രഹത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അത് ബന്ധാകുമ്പോഴല്ലേ പടച്ചറപ്പിന്റെ അനുഗ്രഹത്തെ സംബന്ധിച്ച് മനുഷ്യൻ ഓർമ്മ വരുന്നത്. അതേ അതുപോലെ ഭക്ഷണം കഴിക്കാൻ പാടില്ലെന്ന ഓർഡർ വരുമ്പോഴല്ലേ അറിയുന്നത്. ഓ ചെറുപ്പക്കാരെ, വയറ്റിന് ക്യാൻസറായി, തൊണ്ടയ്ക്ക് ക്യാൻസറായി, ഒരിറ്റ് വെള്ളം കുടിക്കാൻ കഴിയാതെ മെഡിക്കൽ കോളേജിന്റെ മേൽപോട്ട് നോക്കിക്കിടക്കുന്ന ധാരാളം മുതലാളിമാരില്ലേ? അല്ലാഹു തആല നമുക്ക് ഭക്ഷണം തന്നില്ലേ, വെള്ളം തന്നില്ലേ, നമുക്ക് ആരോഗ്യം തന്നില്ലേ? അവൻ തന്നെ നിഅമത്തിനുണ്ടോ കയ്യും കണക്കും? ഞാൻ ഇന്നും ഓർമ്മിക്കുകയാണ്, വടകര ടൗണിലൂടെ ഇങ്ങനെ നടന്നു വരുമ്പോ
അതേ റെയിലിന്റെ ഭാഗത്തുകൂടെ നടന്നു വരുമ്പോ കണ്ടൊരു കാഴ്ച. എന്താ കണ്ടത്? ഒരു ഹോട്ടലിന്റെ പിൻഭാഗത്ത് കൊണ്ടുപോയി എറിഞ്ഞിരിക്കുന്ന ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലകൾ. ആ ഇലകളിൽ നിന്ന് നായയും കാക്കയും ഒക്കെ ഭക്ഷണം കഴിക്കുമ്പോ അതാ ഒരു ചെറുപ്പക്കാരൻ ഓടി വരുന്നൊരു ചെറിയ മാനസിക രോഗിയാണ്. വന്നിട്ട് നായയെ തെളിച്ചോടിക്കുന്നു. അദ്ദേഹം അതാ ഒരു ഇലയെടുത്ത് നിലത്ത് വിരിക്കുന്നു. എന്നിട്ട് ജനങ്ങൾ കഴിച്ച ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലകൾ, ആ ഇലകളിൽ ഒട്ടിപ്പിടിച്ച ഭക്ഷണം അദ്ദേഹം തുടച്ചെടുത്ത് ഒരു ഇലയിൽ സമാഹരിക്കുന്നു. അതേ ഒരു പിടിയായപ്പോൾ അത് അദ്ദേഹം എടുത്ത് കഴിക്കുന്നു. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. അല്ല ചെയ്ത നിഅമത്തിനെ കുറിച്ച് ഓർമ്മ വേണ്ടേ ചെറുപ്പക്കാരെ? അള്ളാഹു നമുക്ക് സന്തോഷകരമായി അഭിമാനകരമായി ഭക്ഷണം തന്നില്ലേ, വെള്ളം തന്നില്ലേ, അള്ളാഹു തആല ഓക്സിജൻ തന്നില്ലേ, അവന്റെ അനുഗ്രഹങ്ങൾ ഓരോന്നോരോന്നായി ചൊരിച്ചു തന്നില്ലേ? അങ്ങനെ ചൊരിച്ചു തന്ന രാജാവ് അവന്റെ മുമ്പിലൊന്ന് പോയി നിന്നിട്ട് അല്ലാഹു അക്ബർ, അല്ല വലിയവനാണെന്ന് പറഞ്ഞ് അവനിലേക്ക് മനസ്സും ശരീരവും തിരിച്ച് അവന്റെ ഖുർആനിൽ ഏറ്റവും ബഹുമാനമുള്ള സൂറത്തുൽ ഫാത്തിഹ അത് ഓതിയിട്ട് അവന്റെ മുമ്പിലൊന്ന് കുനിയാൻ, അവന്റെ മുമ്പിലൊന്ന് സാഷ്ടാംഗം ചെയ്യാൻ, അവന്റെ മുമ്പിലൊന്ന് താഴ്മ കാണിക്കാൻ അല്ലാഹു കൽപ്പിച്ചു. അതല്ലേ നിസ്കാരം? അതിന്റെ പുറമെ ലോകത്തിന്റെ മുഴുവനും നേതാവായ അവന് എല്ലാ സത്യവും എത്തിച്ചു കൊടുത്ത അവന്റെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറയാൻ, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, ലോകത്തെമ്പാടുമുള്ള സജ്ജനങ്ങൾക്ക് സലാമിന്റെ ആശംസ പറയാൻ അല്ലാഹു ജല്ല ജലാലുഹു കൊടുത്ത അവസരം. അതുപോലെ തന്നെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവിന്റെ തൗഹീദിന്റെ കലിമത്ത് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ, അവിടുത്തെ കുടുംബത്തിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ, അങ്ങനെ ദിക്റും മുറാദും സ്വലാത്തും സലാമും ദുആയുമായി അല്ലാഹുവിന്റെ മുമ്പിൽ മനുഷ്യൻ നടത്തുന്ന സംഭാഷണം. ആ മഹത്തായ സംഭാഷണത്തിനു വേണ്ടി ലോകം മുഴുക്കെ അടക്കി ഭരിക്കുന്ന രാജാവ് ആനയെ സൃഷ്ടിച്ചവനവനാണ്, ഉറുമ്പിനെ സൃഷ്ടിച്ചവനവനാണ്, കരയും കടലും സൃഷ്ടിച്ചവനവനാണ്, സസ്യവും മത്സ്യവും പഠിച്ചവനവനാണ്, കരയും കടലും പഠിച്ചവനവനാണ്, എല്ലാ ജീവികൾക്കും ഭക്ഷണം നൽകുന്നവനവനാണ്, എല്ലാം കൊടുത്ത എല്ലാം അടക്കി ഭരിക്കുന്ന രാജാവ്. ആ രാജാവുമായ ഒരു സംഭാഷണത്തിന് 5 നേരം നിങ്ങൾ ഹാജരാകണമെന്ന് പറയുമ്പോ അതാ ഹാജരാകാതെ 5 നേരം നിസ്കരിക്കാതെ അല്ല തന്ന ആരോഗ്യത്തോടെ ഉറങ്ങുന്ന ചെറുപ്പക്കാരുണ്ടോ? അല്ലാഹു തആല കൊടുത്ത കിടപ്പറയിൽ സന്തോഷത്തോടെ കിടന്നുറങ്ങിയിട്ട് റബ്ബിന്റെ വിളിക്കുത്തരം ചെയ്യാത്തവരുണ്ടോ? നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറയാതെ കിടന്നുറങ്ങുന്നവരുണ്ടോ? എങ്കിൽ അവൻ നന്ദിയില്ലാത്ത അടിമയല്ലേ സഹോദരന്മാരെ? അല്ലാഹു ജല്ല ജലാലുഹു നമ്മെ വിളിക്കുന്നു. അവൻ വിളിച്ച വിളിക്ക് നമ്മൾ ഉത്തരം ചെയ്യൽ നമുക്ക് നിർബന്ധമല്ലേ? അത്തായിബൂനുൽ ആബിദൂനൽ ഹാമിദൂൻ, അല്ലാഹുവിനെ ഇബാദത്തുകൾ നിർവഹിക്കണമെന്ന് പറഞ്ഞ, ഇബാദത്ത് നിർവഹിക്കുന്നവർക്കാണ് സ്വർഗമെന്ന് പറഞ്ഞ ഖുർആൻ. അൽ ഹാമിദൂൻ, അല്ലാഹുവിനെ സ്തുതിക്കുന്നവർക്കാണ് ഖുർആൻ സ്വർഗം നൽകുന്നത്. അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചത്. അൽ ഹാമിദൂൻ, അല്ലാഹുവിനെ സ്തുതിക്കണം. നമ്മൾ മലയാളികൾ അൽഹംദുലില്ലാ പറയാൻ പലപ്പോഴും മടിയന്മാരാണ്. മലയാളത്തിൽ പറയല്ലേ, ബേജാറാണ്ട അല്ലേ? നമ്മൾ ഒരാൾ അസ്സലാമു അലൈക്കും, വലൈക്കും അസ്സലാം, എന്തല്ല ഒന്നുമില്ല അങ്ങനെ പോന്ന്, ഒരു അൽഹംദുലില്ലാ പറഞ്ഞു പോകൂലേ നമ്മളോട്? അങ്ങനെ ആകരുത്. നിങ്ങൾ അറബികളുടെ സ്വഭാവം നോക്കൂ. അസ്സലാമു അലൈക്കും, വലൈക്കും അസ്സലാം, കൈഫ ഹാലക്, അൽഹംദുലില്ലാ. എപ്പോ ബാപ്പ മരിച്ചപ്പോഴും അൽഹംദുലില്ലാ, മകൻ മരിച്ചാലും അൽഹംദുലില്ലാ. എല്ലാ സമയത്തും ജമീഉൽ മഹാമിദ് എപ്പോഴും നഹ്മദുല്ലാഹ സുബ്ഹാനഹു വ തആല വ നശ്കുറു ഹുവ ഔസാഫുൽ മുഅ്മിനീൻ. നിങ്ങൾ നോക്കൂ, അൽഹംദുലില്ലാ, അൽ ഹാമിദൂൻ, അല്ലാഹുവിനെ സ്തുതിക്കുന്നവർ. അങ്ങനെയാണ് അല്ലാഹു തആല പറഞ്ഞത്. എപ്പോഴും അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ ധാരാളം പറയണം. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ എപ്പോഴും പറയണം. അൽഹംദുലില്ലാ, അല്ലാഹു തന്നതൊക്കെ വലുതാണ്. പക്ഷേ താഴോട്ട് നോക്കണം, നമ്മൾ മേലോട്ട് നോക്കരുത്. താഴോട്ട് നോക്കണം, മേലോട്ട് നോക്കരുത് എന്ന് പറഞ്ഞാൽ അൻ അൻദുറ ഇലാ മൻ ഹുവ ദൂനി വലാ അൻദുറ ഇലാ മൻ ഹുവ ഫൗഖി. നബി സല്ലല്ലാഹു അലൈഹി നിങ്ങളുടെ വസിയ്യത്ത. താഴെയുള്ളവരിലേക്ക് നോക്കണം, മേലുള്ളവരിലേക്ക് നോക്കരുത്. നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ശൈഖന്മാരെ കൊട്ടാരമൊക്കെ നോക്കുക. എനിക്ക് അങ്ങനത്തെ കൊട്ടാരമില്ലല്ലോ, അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. എനിക്ക് കിടക്കാൻ ഒരു റൂമുണ്ടല്ലോ, എനിക്ക് കിടക്കാൻ ഒരു കട്ടിലുണ്ടല്ലോ, എനിക്ക് താമസിക്കാൻ ഒരു കട്ടപ്പറയുണ്ടല്ലോ, എനിക്കൊരു ചെറ്റപ്പറയുണ്ടല്ലോ. അതും ഇല്ലാതെ റെയിൽവേ സ്റ്റേഷന്റെ പിന്നിൽ കിടന്ന് ജീവിക്കുന്നവരുണ്ടല്ലോ, അങ്ങാടിയിൽ വെച്ച് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരുണ്ടല്ലോ.
എനിക്കല്ല തന്നത് വലുതാണല്ലോ. വഖ്ന ബിതർക്കിൽ മുസ്തഹാ വൽ ഫാഖിരി മിൻ മത്അമിൻ വമലാബിസിൻ വമനാസിലാ മൻ യത്ലുബ മാ ലൈസ യഅനീഹി ഫഖദ് ഫതല്ലദി യഅനീഹി മിൻ ഗൈരി തിലാ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു മനസ്സ് വേണം നമുക്ക്. ഖനാഅത്ത്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. അതില്ലാതിരിക്കുമ്പോഴാണ് ദുനിയാവിന് വേണ്ടിയുള്ള നെട്ടോട്ടം. ഒരിക്കലും മനസ്സമാധാനമില്ലാത്ത മനുഷ്യൻ അവിടെയാണ്. ഓ സഹോദരന്മാരെ, ഐശ്വര്യം എന്ന് പറയുന്നത് മനസ്സിന്റെ ഐശ്വര്യമാണ്. വഖദൽ ഗനിയ്യു ഹുവൽ ഗനിയ്യു ബിനഫ്സിഹി ലൈസൽ ഗനിയ്യു ബിമാലിഹി വജമാലിഹി. മഹാനായ ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞില്ലേ, ഇന്നൽ ഫഖീഹ ഹുവൽ ഫഖീഹു ബിഫിഅലിഹി ലൈസൽ ഫഖീഹു ബിനുത്ഖിഹി വമഖാലിഹി. പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ പ്രസംഗിക്കുന്നവനല്ല പണ്ഡിതൻ, പ്രവർത്തിക്കുന്നവനാണ് പണ്ഡിതൻ. പ്രസംഗിക്കാൻ പലർക്കും കഴിഞ്ഞേക്കാം, പക്ഷേ അദ്ദേഹം പ്രവർത്തിച്ചിട്ട് എന്ത് ചെയ്തു? സമുദായത്തിന് എന്ത് സേവനം ചെയ്തു? സമുദായത്തിന് എന്ത് നേട്ടമുണ്ടാക്കി കൊടുത്തു? അദ്ദേഹം സമൂഹത്തിന് എന്ത് ചെയ്തു? അദ്ദേഹം എത്ര തന്നെ അദ്ദേഹം ഇബാദത്തെടുത്തു. അങ്ങനെ ഒരു പണ്ഡിതൻ എന്ന് പറയുന്നത് പ്രവർത്തിക്കുന്നവനാണ് പണ്ഡിതൻ, അതേ പ്രസംഗിക്കുന്നവനല്ല പണ്ഡിതൻ. ഇന്നൽ ഫഖീഹ ഹുവൽ ഫഖീഹു ബിഫിലിഹി ലൈസൽ ഫഖീഹു ബിനുത്ഖിഹി വമഖാലിഹി വകദൽ ഗനിയ്യു ഹുവൽ ഗനിയ്യു ബിനഫ്സിഹി ലൈസൽ ഗനിയ്യു ബിമാലിഹി വജമാലിഹി. അതേ ഐശ്വര്യമുള്ളവൻ മനസ്സിന് ഐശ്വര്യമുള്ളവനാണ്. മനസ്സിന് ഐശ്വര്യമുള്ളവനാണ് ഐശ്വര്യമുള്ളവൻ. 26 സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. 27ാമത്തെ തുടങ്ങാൻ വേണ്ടിയിട്ട് വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, മുസ്ലിയാരെ കണ്ടപ്പോ പറയാനുള്ള ഉസ്താദെ വലിയ ബേജാറിലാണ്. എന്താ മോനെ, എന്താ ബേജാറ്? ബേജാറ് ഉസ്താദെ, 26ാമത്തെ ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ വിചാരിച്ചിട്ട് ഒരു മാസം കൂടിപ്പോയി, വാടക ഒരു മാസം ഞാൻ കൂടുതൽ കൊടുക്കേണ്ടി വന്നു. സുബ്ഹാനല്ലാഹ്, 26ലെ സൂപ്പർ മാർക്കറ്റിന്റെ മുതലാളിക്ക് ബേജാറ് തീർന്നില്ല. അതേ സമയത്ത് അൽഹംദുലില്ലാ അദ്ദേഹത്തിന്റെ സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന പാവപ്പെട്ട ഒരു മനുഷ്യൻ 1200 ദിർഹമാണ് ശമ്പളം. ഉസ്താദെ വലിയ നിഅമത്താണ്, നല്ല സന്തോഷമാണ്, എനിക്ക് നല്ല ഉസ്താദ് നിലനിർത്തി തരാൻ വേണ്ടി ദുആ ചെയ്യണം. എന്തൊരു റാഹത്താണ് ആ പാവപ്പെട്ട തൊഴിലാളിക്ക്. മറ്റേ മുതലാളിന്റെ ബേജാറ് തീർന്നില്ലല്ലോ. ഓ സഹോദരന്മാരെ, ഖബറിലെത്തിയിട്ട് തൊള്ളയിൽ മണ്ണ് നിറയുന്നത് വരെ ദുനിയാവ് കൊണ്ടുണ്ടോ മതിയാകുന്നു. അതുകൊണ്ട് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു മനസ്സ് അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. അതിനാണ് ഖനാഅത്ത് എന്ന് പറയുന്നത്. അവിടെയാണ് മനസ്സമാധാനം. ഇനി ഞാൻ പറയട്ടെ, നിങ്ങൾ ആലോചിക്കൂ. മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വഖദർ റഈസു ഹുവർ റഈസു ബിഖുലുഖിഹി ലൈസർ റഈസു ബിഖൗമിഹി വരിജാലിഹി. നേതാവ് എന്ന് പറഞ്ഞാൽ അനുയായികൾ കുറെ ഉള്ളവനല്ല നേതാവ്. നേതാവ് എന്ന് പറഞ്ഞാൽ സ്വഭാവം നല്ലവനാണ് നേതാവ്. നല്ല സ്വഭാവമുള്ളവൻ അവനാണ് നേതാവ്. അതുകൊണ്ടല്ലേ സയ്യിദു സാദാത്ത്, സയ്യിദുൽ അംബിയാഇ വൽ മുർസലീൻ, സയ്യിദുൽ ഖലായിഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. ഏറ്റവും മഹത്തായ സ്വഭാവത്തിന്റെ മേലെയല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സ്വഭാവം കൊണ്ട് നേതാവായവനാണ് നേതാവ്. ഇരിക്കട്ടെ, ഞാൻ അതിലേക്ക് കിടന്ന് സംസാരിക്കുന്നില്ല. ഇപ്പൊ പറഞ്ഞു വന്നത്, ആയിരക്കണക്കിന് അനുഗ്രഹങ്ങൾ അല്ലാഹു തആല തന്നു. ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യേണ്ടവരാണ് നാം എന്ന ബോധം ഓരോ സമയത്തും നമുക്കുണ്ടായിരിക്കണം. റുകൂഉം സുജൂദും ചെയ്യുന്നവർ, എന്തേ അല്ലാഹു തആല അങ്ങനെ പറഞ്ഞു? നിസ്കരിക്കുന്നവർക്ക് പറഞ്ഞ വിശേഷണമാണ്. കാരണം നിസ്കാരത്തിലാണ് റുകൂഉ ഉള്ളത്, നിസ്കാരത്തിലാണ് പലപ്പോഴും സുജൂദുള്ളത്. തിലാവത്തിന്റെ സുജൂദ് എന്ന് പറഞ്ഞ് ഖുർആൻ ഓതുന്ന സമയത്ത് ചില സ്ഥലങ്ങളിൽ സുജൂദുണ്ട്. പിന്നെ നിസ്കാരത്തിലുള്ള സുജൂദുണ്ട്. ശുക്റിന്റെ സുജൂദ് എന്ന് പറഞ്ഞൊരു സുജൂദുമുണ്ട്. ശുക്റിന്റെ സുജൂദ് എന്ന് പറഞ്ഞാലോ സഹോദരന്മാരെ, ഒരു നിസ്കരിക്കാത്ത മനുഷ്യനെ കണ്ടാൽ, പരസ്യമായി വ്യഭിചരിക്കുന്നവനെ കണ്ടാൽ, പരസ്യമായി കള്ളു കുടിക്കുന്നവനെ കണ്ടാൽ, അങ്ങനെ കടുത്ത തെറ്റുകൾ പരസ്യമായി ചെയ്യുന്ന മനുഷ്യനെ കണ്ടാൽ, ആ മനുഷ്യനെ കാണുന്ന സമയത്ത് അല്ലാഹുവിന് നന്ദിയായൊരു സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ടെന്ന് ചില പണ്ഡിതന്മാര് രേഖപ്പെടുത്തി വെച്ചു. എന്തിന്റെ പേരിൽ? അല്ലാഹുവേ, എന്നെ നീ അവനെ പോലെ ആക്കിയിട്ടില്ലല്ലോ, എന്നെ നീ അവനെ പോലെ ആക്കിയിട്ടില്ലല്ലോ, എന്നെ നീ നിസ്കരിക്കുന്നവനാക്കിയിട്ടുണ്ടല്ലോ, എന്നെ നീ മദ്യപാനിയാക്കിയിട്ടില്ലല്ലോ, നീ എന്നെ വ്യഭിചാരിയാക്കിയിട്ടില്ലല്ലോ, നീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മോശക്കാരനാണെന്നോ സാധാരണക്കാരനാണെന്നോ പറയുന്നവരിൽ എന്നെ ഉൾപ്പെടുത്തിയിട്ടില്ലല്ലോ, നിന്റെ സാലിഹീങ്ങളെ കുറ്റം പറയുന്നവരിൽ എന്നെ ഉൾപ്പെടുത്തിയിട്ടില്ലല്ലോ, നീ എനിക്ക് ഹിദായത്തിന്റെ വെളിച്ചം തന്നിട്ടുണ്ടല്ലോ അല്ലാഹ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ അടുക്കൽ വലിയ തെറ്റുകൾ ചെയ്യുന്ന മനുഷ്യനെ കാണുമ്പോ ശുക്രിന്റെ ഒരു സുജൂദ് സുന്നത്തുണ്ടെന്ന് ഫത്ഹുൽ മുഈനിൽ കാണാം.
അള്ളാഹുവിന് നന്ദിയായൊരു സുജൂദ് അതേ വുളു ഉണ്ടായിരിക്കണം. തക്ബീർ ചൊല്ലിയിട്ട് സുജൂദ് ചെയ്യണം. അങ്ങനെ ഒരു ശുക്റിന്റെ സുജൂദുണ്ട്. പണ്ഡിതന്മാരവിടെ പറഞ്ഞു, അത് നിങ്ങൾ അവർ കാണുന്ന നിലക്ക് തന്നെ ചെയ്തോളൂ, കാരണം അവർ കണ്ട് പാഠം പഠിക്കട്ടെ എന്ന് പറഞ്ഞു. അതേ സമയത്ത് ഒരു കുഷ്ഠവ്യാധി പിടിച്ചവനെ കണ്ടാൽ, എയ്ഡ്സ് രോഗിയെ കണ്ടാൽ, അതുപോലുള്ള രോഗിയെ കണ്ടാൽ അത്തരം രോഗം എനിക്ക് തന്നിട്ടില്ലല്ലോ എന്ന നിലക്ക് ശുക്റിന്റെ സുജൂദ് സുന്നത്തുണ്ടെന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞു. അവര് തന്നെ അവിടെ പറഞ്ഞു, അത് ആ രോഗിയെ കാണുന്ന വിധത്തിൽ ചെയ്യരുത്, കാരണം അവന്റെ മനസ്സിന് ടെൻഷൻ ഉണ്ടാകിപ്പോകും, അതുകൊണ്ട് കാണാതെ ചെയ്യണമെന്നും അവിടെ പണ്ഡിതന്മാർ പറഞ്ഞു. ഇരിക്കട്ടെ, ശുക്റിന്റെ സുജൂദുണ്ട്, തിലാവത്തിന്റെ സുജൂദുണ്ട്, സഹ്വിന്റെ സുജൂദുണ്ട്, നിസ്കാരത്തിലെ സുജൂദുണ്ട്. സുജൂദ് ഏറ്റവും കൂടുതലുള്ളത് നിസ്കാരത്തിലാണ്. അതുകൊണ്ട് തന്നെ റുകൂഉം സുജൂദും ചെയ്ത് നിസ്കരിക്കുന്നവരെന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. റുകൂഉം സുജൂദും അല്ലാഹുവിന് ചെയ്യാനുള്ളതാണ്. ഒരു സൃഷ്ടിക്കും സുജൂദ് ചെയ്യാൻ പാടില്ല, ഒരു സൃഷ്ടിക്കും സുജൂദ് ചെയ്യാൻ പാടില്ല. അല്ലാഹുവിനും അത്രമേ സുജൂദ് ചെയ്യാൻ പാടുള്ളൂ. ഒരു സൃഷ്ടിക്കും ഒരിക്കലും സുജൂദ് ചെയ്യാൻ പാടില്ല, അത് കടുത്ത തെറ്റാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, സുജൂദ് റുകൂഇനെ പ്രത്യേകം ഇതിൽ എടുത്തു പറഞ്ഞിരിക്കുകയാണ്. ഒന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മറ്റൊന്ന് പറയേണ്ടതില്ല. ഒരു ഹോട്ടലിൽ കയറിയിട്ട് ചോറ് വേണമെന്നാണ്, പിന്നെ കറി വേണം, ഉപ്പേരി വേണം, പപ്പടം വേണമെന്ന് പറയേണ്ടതില്ല. ചോറ് വേണമെന്നില്ല, എല്ലാം പെട്ടു. ഇതുപോലെ റുകൂഉം സുജൂദും ചെയ്യുന്നവരെന്ന് പറഞ്ഞതിൽ നിസ്കാരം പൂർണ്ണമായി ഉൾപ്പെട്ടു. അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി നോമ്പെടുക്കുന്നവർ എല്ലാ വികാരങ്ങളും വിചാരങ്ങളും കൈയൊഴിച്ച്, അതേ ഭക്ഷണവും വെള്ളവും ശഹ്വത്തുകളും ഉപേക്ഷിച്ച് യജമാനനായ റബ്ബിന്റെ മുമ്പിൽ ജീവിതം സമർപ്പിക്കുന്നവരല്ലേ നോമ്പുകാർ. അവരെ പ്രത്യേകം അല്ലാഹു എടുത്തു പറയുകയാണ്, അസ്സായിഹൂൻ. ഓ മുഅ്മിനീങ്ങളെ, അതേ മല്ലം യദഅ ഖൗലസ്സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ അൻ യദഅ തആമഹു വസറാബാ. പാനീയങ്ങളും ഭക്ഷണങ്ങളും കൈയൊഴിച്ചുകൊണ്ട് മാത്രമല്ല നോമ്പ്. അങ്ങനെ വെള്ളവും ഭക്ഷണവും കൈയൊഴിച്ചുകൊണ്ടൊരു മനുഷ്യൻ നോമ്പെടുത്തു, പക്ഷേ അവന്റെ നാവ് കൊണ്ട് ഗീബത്ത് പറയുന്നത് നിർത്തിയില്ല, ഫസാദ് പറയുന്നത് നിർത്തിയില്ല, ഏഷണി പറയുന്നത് നിർത്തിയില്ല, അവനതാ കളവ് പറയുന്നത് നിർത്തിയില്ല. അവൻ ഇപ്പോഴും നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഗീബത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓ സഹോദരന്മാരെ, അവന്റെ നോമ്പ് കൊണ്ട് പ്രയോജനം, അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കുന്നില്ല. പടച്ചവൻ അതുകൊണ്ട് യാതൊരു ഉദ്ദേശവുമില്ല, അവൻ അള്ളാഹുവിന് അതിന്റെ ആവശ്യമില്ല. ഇങ്ങനെയല്ലേ റബ്ബ് സുബ്ഹാനഹു വ തആല ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഓർമ്മിക്കണം, അല്ലാഹു ജല്ല ജലാലുഹു അവന് യാതൊരു ആവശ്യവുമില്ല. അനാവശ്യം നാവ് കൊണ്ട് പറയുന്നത് കൈയൊഴിക്കാത്തവന്റെ നോമ്പിലേക്കെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നാവ് വളരെ ശ്രദ്ധിക്കണം. അംസിക അലൈക ലിസാനക്, നാവിനെ പിടിച്ച് ബന്ധാക്കണം. അസ്അദി മൻ സമത നജാ, മിണ്ടാതിരുന്നവൻ രക്ഷപ്പെട്ടു. ആവശ്യമില്ലാത്ത സംസാരങ്ങളിൽ ഒന്നും നമ്മൾ കടക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾ വന്ന് നബിയെ എനിക്കൊരു വഅദ് പറഞ്ഞു തരൂ, വഔജിസ് എന്ന് ചുരുക്കി പറയൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമയത്ത് പറഞ്ഞത് 3 കാര്യമാണ്. ഒന്ന് പറഞ്ഞത്, നിസ്കരിക്കാൻ എഴുന്നേറ്റ് നിന്നാൽ നീ യാത്ര പറയുന്നവന്റെ നിസ്കാരം നിസ്കരിക്കണം. ഏത് നിസ്കാരം നിർവഹിക്കുമ്പോഴും ഇതെന്റെ അവസാനത്തെ നിസ്കാരമാണ് എന്ന കരുത്തിൽ നിസ്കരിക്കണം. എനിക്കൊരുപാട് കാലം ഇനിയുമുണ്ടെന്ന ചിന്ത കൽവിലുണ്ടാകരുത്. എപ്പോഴും ഇതെന്റെ അവസാനത്തെ നിസ്കാരം എന്ന് ചിന്തിക്കണം. പാവപ്പെട്ട ഞാൻ പ്രസംഗിക്കുമ്പോൾ ഇതെന്റെ അവസാനത്തെ പ്രസംഗമായിക്കൂടാ എന്ന നിലയ്ക്ക് പ്രസംഗിക്കണം. നിങ്ങൾ കേൾക്കുമ്പോൾ ഇത് അവസാനത്തെ സദസ്സായിക്കൂടാ എന്ന നിലയ്ക്ക് ചിന്തിക്കണം. അള്ളാഹു നമുക്കെല്ലാം അവന്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ആഫിയത്തും ഏറ്റിത്തെരുമാറാകട്ടെ. സൽക്കർമ്മങ്ങൾക്ക് അള്ളാഹു തആല തൗഫീഖ് ഏറ്റിത്തെരുമാറാകട്ടെ. അതേ ഖൈറുക്കും മൻ താല ഉംറുഹു വഹസുന അമലുഹു, സൽക്കർമ്മം ചെയ്യുന്നതോടുകൂടി ദീർഘായുസ് കിട്ടിയവൻ നിങ്ങളിൽ ഉത്തമനാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ദീർഘായുസ് ചോദിക്കേണ്ടതാണ്. പക്ഷേ ഏത് സമയത്തും ഞാൻ മരിക്കാമെന്ന ബോധം നമ്മളെ കൽബിലെപ്പോഴും നിറഞ്ഞു നിൽക്കണം. ഏത് സമയത്തും നമുക്ക് മരിക്കാം. ഇപ്പോൾ ജുമാ നിസ്കരിച്ചിട്ടുണ്ട്, അസറിന്റെ സമയത്ത് ഞാൻ ഉണ്ടാകുമോ ഇല്ലേ എനിക്കറിയില്ല, നിങ്ങൾക്കറിയില്ല. ഈ ബോധം നമ്മളെ കൽബിലെപ്പോഴും നിറഞ്ഞു നിൽക്കണം. രണ്ടാമതായി എവിടുന്ന് പറഞ്ഞില്ലേ, വലാ തതകല്ലം ബികലാമിൻ തഅദിറു മിൻഹു ഗദൻ,
പടച്ച റബ്ബിന്റെ അടുക്കൽ നാളെ എത്തുന്ന സമയത്ത് അല്ലാഹുവേ ഞാൻ അങ്ങനെ പറഞ്ഞു പോയി, ഞാനിങ്ങനെ സംസാരിച്ചു പോയി, ഞാൻ അയാളെ പറ്റി അങ്ങനെ വിചാരിച്ചു പോയി, ഇയാളെ പറ്റി അങ്ങനെ കരുതിപ്പോയി, ഇങ്ങനത്തെ യാതൊന്നും പറയാനുള്ള അവസരം നീ വെച്ചേക്കണ്ട. ഇവിടെ വെച്ച് സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് സംസാരിച്ചോ. പടച്ച റബ്ബിന്റെ അടുക്കൽ വെച്ച് അങ്ങനെ ആയിപ്പോയി ഇങ്ങനെ ആയിപ്പോയി എന്ന് പറയുന്ന നിലക്ക് ഒരു സംസാരവും നീ സംസാരിക്കാൻ പോകണ്ട കേട്ടോ. ലോകത്തുള്ള പലരും പലതും പറയും, അതൊക്കെ നീ കേൾക്കാൻ പോകണ്ട, നീ അത് സ്വീകരിക്കാൻ പോകണ്ട. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനൂ അൻ തുസീബൂ ഖൗമൻ ബിജഹാലത്തിൻ ഫതുസ്ബിഹൂ അലാ മാ ഫഅൽതും നാദിമീൻ. ഈമാനുള്ള ജനങ്ങളെ, ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടാൽ നിങ്ങളത് പെട്ടെന്നങ്ങ് സ്വീകരിച്ചേക്കരുത്. അത് ശരിയാണോ തെറ്റാണോ, പറഞ്ഞത് ശരിയാണോ തെറ്റാണോ, അയാൾ അങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നത് ശരിയാണോ തെറ്റാണോ, അയാൾ അങ്ങനെ ചെയ്തു എന്ന് പറയുന്നത് ശരിയാണോ തെറ്റാണോ, ആ വ്യക്തിയുമായി നേരിൽ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തെളിവ് തേടി വ്യക്തമായി പഠിക്കാതെ ഒരാളെ പറ്റിയും നിങ്ങൾ സംസാരിച്ചു പോകരുത്. അൻതുസീബു ഖൗമൻ ബിജഹാലത്തിൻ ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. പടച്ച റബ്ബിന്റെ കോടതിയിൽ വെച്ച് നിങ്ങൾ ഖേദിച്ചു പോകും കേട്ടോ. പരിശുദ്ധ ഖുർആൻ നമ്മെ എല്ലാവരെയും ഉണർത്തിയൊരു ഉപദേശമാണിത്. എന്തെങ്കിലും ആരെങ്കിലും പറയുന്നത് കേട്ട് വിശ്വസിച്ച് എന്തെങ്കിലും പറയാൻ പോകരുത്. വളരെ ഏറെ ശ്രദ്ധിക്കണം സംസാരം. വലാ തതകല്ലം ബികലാമിൻ തഅ്ദിറു മിൻഹു ഗദൻ. നാളെ പടച്ച റബ്ബിന്റെ അടുക്കൽ അതാ കാരണം ബോധിപ്പിക്കേണ്ടി വരുന്ന ഒരു വിഷയവും തന്നെ നിന്റെ നാവ് കൊണ്ട് നീ സംസാരിച്ചു പോകരുത്. വജ്മഇൽ യാസ മിമ്മാ ഫീ ഐദിൻ നാസ്. ജനങ്ങളെ കയ്യിലുള്ളത് എനിക്ക് കിട്ടണമെന്ന ആശയം വെച്ച് മറ്റൊരുത്തന്റെ കയ്യിലുള്ളത് എന്റെ കയ്യിൽ വരണമെന്ന ആശയം വെച്ച് ആരാണ്ടതും കൊതിച്ച് ജീവിക്കരുത്. അധ്വാനിച്ച് ജീവിക്കാൻ ശ്രമിക്കണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശമാണ്. എന്റെ സഹോദരന്മാര്, സ്വന്തം ഭാര്യമാര് വീട്ടിലുണ്ട്. റമളാനായിട്ടും ടെലിഫോൺ ചെയ്യാത്ത ചില ആളുകൾ ഉണ്ടാകാം. ഈ സദസ്സിലുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, എല്ലാരെ പറ്റിയും നല്ലതല്ലേ വിചാരിക്കേണ്ടത്. പാടില്ല. നമ്മുടെ ഭാര്യമാരെ ഫോൺ ചെയ്യണം, ഭാര്യമാരെ സന്തോഷിപ്പിക്കണം. സുബ്ഹാനല്ലാഹ്. ഉസ്താദേ, ഞാൻ വിളിച്ചിരുന്നല്ലോ റമദാന്റെ മുമ്പ്, എന്നിട്ട് അന്ന് അവള് പറഞ്ഞ മറുപടി നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ. അതുകൊണ്ടല്ലേ നിങ്ങൾ വിളിക്കണോന്ന് പറഞ്ഞത്. ഞാൻ കേട്ടാലും കേട്ടില്ലെങ്കിലും നീ വിളിക്കണം. എന്തേ? ആയിഷ ബീബി റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, നബിയെ, ലൈലത്തുൽ ഖദർ ആണെന്ന് ബോധ്യപ്പെട്ടാൽ എന്താ വേണ്ടത്? ചൊല്ലിക്കോ, അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നീ വിട്ടുവീഴ്ച ചെയ്യുന്ന രാജാവാണ്. തുഹിബ്ബുൽ അഫ്വ, വിട്ടുവീഴ്ചയെ ഇഷ്ടപ്പെടുന്നവനാ. ഫഅഫു അന്നി, എനിക്ക് നീ വിട്ടുവീഴ്ച ചെയ്യണേ. പടച്ചവരോട് മാപ്പ് ചോദിക്കണം, വിട്ടുവീഴ്ച ചോദിക്കണം. അപ്പൊ അള്ളാഹിനോട് എന്താ പറയാൻ പറഞ്ഞത്? തുഹിബ്ബുൽ അഫ്വ, പടച്ചവനെ നിനക്ക് വിട്ടുവീഴ്ച വലിയ ഇഷ്ടമാണ്, അതുകൊണ്ട് നീ എനിക്ക് വിട്ടുവീഴ്ച ചെയ്യണേ. ഞാൻ ആർക്കും വിട്ടുവീഴ്ച ചെയ്യൂല. ഞാൻ ഭാര്യക്കും വിട്ടുവീഴ്ച ചെയ്യൂല, മക്കൾക്കും വിട്ടുവീഴ്ച ചെയ്യൂല, ജേഷ്ഠാന്മാർക്കും വിട്ടുവീഴ്ച ചെയ്യൂല, പെങ്ങൾക്കും വിട്ടുവീഴ്ച ചെയ്യൂല, കുടുംബക്കാർക്കും വിട്ടുവീഴ്ച ചെയ്യൂല, സ്നേഹിതന്മാർക്കും വിട്ടുവീഴ്ച ചെയ്യൂല. ഞാൻ ആർക്കും വിട്ടുവീഴ്ച ചെയ്യൂല. നിനക്ക് വലിയ ഇഷ്ടമല്ലേ വിട്ടുവീഴ്ച, അതുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്യണേ. ഇങ്ങനെ പറയാൻ പറ്റുമോ? അപ്പൊ നമ്മൾ ആദ്യം എന്ത് വേണം? ആദ്യം നമ്മൾ വിട്ടുവീഴ്ച ചെയ്യുന്നവരാകണം. മുതലാളിമാര് തൊഴിലാളികൾക്ക് വിട്ടുവീഴ്ച ചെയ്യണം. തൊഴിലാളികൾ മുതലാളിമാരെ ദുസ്വഭാവത്തിൽ കുറച്ചൊക്കെ വിട്ടുവീഴ്ച ചെയ്യണം. ഭാര്യമാര് ഭർത്താക്കന്മാരെ സ്വഭാവത്തിൽ വിട്ടുവീഴ്ച ചെയ്യണം. ഭർത്താക്കന്മാര് ഭാര്യമാരെ സ്വഭാവത്തിൽ വിട്ടുവീഴ്ച ചെയ്യണം. അങ്ങനെ ഓരോരുത്തരും പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുന്നവരാകണം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, അതേവ സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർളു ഉഇദ്ദത്തിൽ ലിൽ മുത്തഖീൻ അല്ലദീന യുൻഫിഖൂന ഫിസ് സറാഇ വൽ ളറാഇ വൽ കാളിമീനൽ ഗൈള വൽ ആഫീന അനിൻ നാസ്. സ്വർഗ്ഗം അല്ലാഹു തആല തയ്യാർ ചെയ്ത് മുത്തഖീങ്ങൾക്കാണ്. ഏത് മുത്തഖീങ്ങളാണ്? രഹസ്യമായും അവർ കൊടുക്കുന്നവരാണ്, പരസ്യമായും അവർ കൊടുക്കുന്നവരാണ്. സന്തോഷമുള്ള സമയത്തും കൊടുക്കുന്നവരാണ്, വിഷമമുള്ള സമയത്തും കൊടുക്കുന്നവരാണ്. പിന്നെയോ അദാവൽ കാദിമീനൽ ഗൈള വൽ ആഫീന അനിൻ നാസ്. അവർ ദേഷ്യം വന്നാൽ ദേഷ്യം പ്രകടിപ്പിക്കുന്നവരല്ല, ദേഷ്യം മൂടിവെക്കുന്നവരാണ്. വൽ ആഫീന അനിൻ നാസ്, ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നവരാണ്. തെറ്റ് ചെയ്തവർക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതും മനസ്സിൽ വെച്ച് നടക്കാൻ പാടില്ല. ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഉണർത്തട്ടെ, ഇങ്ങോട്ട് ചെയ്ത തെറ്റുകളെല്ലാം പുറത്തു കൊടുത്തേക്കണം. അങ്ങോട്ട് ചെയ്ത തെറ്റുകളെല്ലാം ഓർമ്മിക്കണം.
ഇങ്ങോട്ട് ചെയ്ത തെറ്റുകളെല്ലാം മറന്നുകളയണം, അങ്ങോട്ട് ചെയ്ത ഉപകാരങ്ങളെല്ലാം മറന്നുകളയണം, ഇങ്ങോട്ട് ചെയ്ത ഉപകാരങ്ങളെല്ലാം ഓർമ്മിക്കണം. 4 കാര്യം. ഇങ്ങനെ അങ്ങോട്ട് ചെയ്ത ഒരു ഉപകാരവും ഓർമ്മിക്കാൻ പാടില്ല. ചില ആളുകളുണ്ട്, ഞാനാണ് അവന് വിസ കൊടുത്തത്, ഞാനാണ് അവനെ കൊണ്ടുവന്നത്, ഞാനാണ് അവനെ റെഡിയാക്കിയത്. എന്ത് ഞാൻ? അങ്ങനെ ഒരു ഞാനും ഇല്ല. അതൊക്കെ അള്ളയാണ്, അതൊക്കെ അള്ളാഹുവാണ്. നീ വെറും നിമിത്തം മാത്രമാണ്. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞു, ഒരു പുസ്തകത്തിലൂടെ ഇഴഞ്ഞു നീങ്ങുന്ന ഉറുമ്പ്, ആ ഉറുമ്പ് ഇങ്ങനെ കാണുന്നു, പുസ്തകത്തിൽ പെന്നുകൊണ്ട് എഴുതുന്നത് കാണുന്നു. അപ്പോൾ ഈ ഉറുമ്പിനത്രേ വിവരമുള്ളൂ, അത്രേ അതിന് കാഴ്ചയുള്ളൂ. ആ ഉറുമ്പ് മനസ്സിലാക്കുന്നു, ഈ പെന്നിന്റെ നിബ്ബാണ് ഇതൊക്കെ എഴുതുന്നത് എന്നാണ്. അല്ല മോനെ, നിബ്ബല്ല, അതിന്റെ പിന്നിലൊരു പെന്നുണ്ട്. പെന്നല്ല, പെന്നിന്റെ പിന്നിലൊരു കൈയുണ്ട്. കൈയല്ല, കൈയിന്റെ പിന്നിലൊരു മനുഷ്യനുണ്ട്. മനുഷ്യനല്ല, അത് മുഴുവനും എഴുതിക്കുന്നൊരു റബ്ബുണ്ട്. എല്ലാം കൊടുക്കുന്നവൻ അല്ലാഹ്. ഓ സഹോദരന്മാരെ, അപ്പൊ ഞാൻ അവനിന്ന ഉപകാരം ചെയ്തു കൊടുത്തു എന്ന് ഓർമ്മിക്കണ്ട. അല്ലാഹു തആല നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ, ധാരാളം ഉപകാരം ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത് റബ്ബ് നമുക്ക് ചെയ്യുന്ന ഒരു അനുഗ്രഹമാണ്. അതിന് റബ്ബിന് നന്ദി ചെയ്യുകയാണ് വേണ്ടത്. നേരെ മറിച്ച് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുത്ത ഉപകാരം ഓർമ്മിച്ചിങ്ങനെ എടുത്തെടുത്ത് പറയരുത്, അത് ഓർമ്മിച്ച് വെക്കരുത്. അതേ സമയത്ത് നമുക്കാരെന്തുപകാരം ചെയ്താലും അത് മറന്നു പോകരുത്. മല്ലം യസ്കുരിൻ ആസലം യസ്കുരില്ല. മനുഷ്യന്മാർക്ക് നന്ദി ചെയ്യാത്തവൻ അള്ളാഹുവിന് നന്ദി ചെയ്യൂല. നമുക്കാരെന്തുപകാരം ചെയ്താലും അത് ഓർമ്മിക്കണം. അൽഹംദുലില്ലാ, ഞാൻ പറയട്ടെ, ഒരു ദിവസം എന്നെ ടെലിഫോൺ വിളിക്കുന്നു MK ഗ്രൂപ്പിന്റെ യൂസുഫ് അലി സാഹിബ്, അള്ളാഹു അദ്ദേഹത്തിന് ഖൈറും ബർക്കത്തും നൽകട്ടെ. ഈ കൊല്ലം UAE പ്രസിഡന്റ് സാഹിബ് സുമു ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് ഹഫിളഹുല്ലാ അദ്ദേഹത്തിന്റെ അതിഥിയായി ഇവിടെ നിങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇൻഷാ അല്ലാഹ് ഞാൻ പറയാം, ഞാനൊന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളോട്, AP ഉസ്താദ് അവറുകളോടൊന്ന് ചോദിക്കട്ടെ. ചോദിച്ചതിന് ശേഷം ഞാൻ മറുപടി കൊടുത്തു. അങ്ങനെ ഇപ്പോൾ ഇവിടെ വരാൻ അവസരമുണ്ടായി. അല്ലാഹു തആല യൂസുഫ് അലി സാഹിബിന്റെ ബാപ്പക്കും ഉമ്മക്കും എല്ലാവർക്കും പുറത്തു കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ സർവ്വരംഗങ്ങളിലും അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് എന്തുണ്ടായി, ഒരുപാട് സദസ്സുകളിൽ അല്ലാഹുവിന്റെ ദീനിന്റെ ഇൽമു പറയാൻ അല്ലാഹു തആല അവസരം തന്നു. ഇന്നലെ ഞാൻ അബുദാബിയിൽ നിന്ന് 250ഓളം കിലോമീറ്റർ അകലെ ബദാസായിദിൽ പരിപാടിയായിരുന്നു. ഇത് കഴിഞ്ഞ് ഇപ്പോൾ ഇൻഷാ അല്ലാഹ് റാസൽ ഖൈമയിൽ ഇന്ന് രാത്രി പ്രസംഗത്തിന് പോകണം. അങ്ങനെ ഓരോ സ്ഥലത്തും പ്രസംഗിക്കാൻ, ഒരുപാട് ഇൽമു പറയാൻ അല്ലാഹു അവസരം തന്നു. അല്ലാഹു തആല അതൊക്കെ കബൂൽ ചെയ്യുമാറാകട്ടെ. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത്, ഉപകാരം ചെയ്താൽ മറക്കാൻ പാടില്ല. അതൊരു മനുഷ്യൻ ചെയ്യേണ്ടതാണ്. ഇങ്ങോട്ട് ചെയ്ത ഉപകാരം എപ്പോഴും ഓർമ്മിക്കണം. അതേ സമയത്ത് അങ്ങോട്ട് ചെയ്ത ഉപകാരങ്ങൾ മറന്നു കളയണം. അതുപോലെ ഇങ്ങോട്ട് ചെയ്ത തെറ്റുകൾ ഓർമ്മിക്കാൻ പാടില്ല, മറന്നു കളയണം. അതേസമയത്ത് അങ്ങോട്ട് ചെയ്ത തെറ്റുകൾ എപ്പോഴും ഓർമ്മിക്കണം. ദുബായിൽ ഒരാള്, അല്ലാഹു തആല അദ്ദേഹത്തിന് ഖൈറും ബർക്കത്തും ആഫിയത്തും ഹിമ്മത്തും നൽകുമാറാകും. കുറേ കൊല്ലങ്ങൾക്ക് 10-15 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ ജോലി നഷ്ടപ്പെട്ടു പോയപ്പോൾ എന്റെ സമീപത്ത് വന്ന് എന്നോട് പറഞ്ഞു, എന്റെ ജോലി പോയി, ഞാൻ എന്ത് വേണം, ജോലി നോക്കണം, ബിസിനസ് നോക്കണം. ഞാൻ പറഞ്ഞു, നിങ്ങൾ ബിസിനസ്സിന് പോയിക്കോളൂ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അദ്ദേഹത്തിന് ദുആ ചെയ്തു. അദ്ദേഹം പോയി. അൽഹംദുലില്ലാ, അദ്ദേഹത്തിന് പെട്ടെന്നൊരാൾ വലിയ സഹായം നൽകി ബിസിനസ്സിന്. അദ്ദേഹം ചെറിയ ബിസിനസ് നടത്തി. വലിയ മുതലാളിയൊന്നല്ല, പാവപ്പെട്ടൊരു മനുഷ്യനാണ്. ചെറിയ ബിസിനസ്സുകൾ നടത്തി. അല്ലാഹു ചെറിയ ബർക്കത്ത് ചെയ്തു. അദ്ദേഹം എനിക്ക് നാട്ടിൽ യാത്ര ചെയ്യാൻ വേണ്ടി 22 ലക്ഷം രൂപയുടെ ഒരു കാറ് വാങ്ങിത്തന്നു. കാരണം നാട്ടിൽ 250-300 കിലോമീറ്റർ നമ്മുടെ നാട്ടിലെ റോട്ടും കൂടി ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രസംഗിക്കാൻ വേണ്ടി ഓടണമെങ്കിൽ ചെറിയ പണിയല്ല. ഒരു ദിവസം മംഗലാപുരത്തെ പിറ്റേന്ന് തൃശ്ശൂരായി. അങ്ങനെ അദ്ദേഹം ഒരു വണ്ടി വാങ്ങിത്തന്നു. ആ വണ്ടി കൊണ്ട് ഞാനൊരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയി. പ്രസംഗം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ 2-3 ചെറുപ്പക്കാർ കൂടിയിട്ട് 4 ഉരുളം കല്ലെടുത്ത് എറിഞ്ഞു. മുന്നിലെ ഒരു ഗ്ലാസും പൊട്ടിച്ചു, സൈഡിലൊരു ഗ്ലാസും പൊട്ടിച്ചു. എന്നോട് പലരും പറഞ്ഞു, കേസ് കൊടുക്കണം. ഞാൻ ഒരു കേസുമില്ല. ഒരാളെ മനസ്സിൽ അല്ലാഹു തആല തോന്നിപ്പിച്ചു, അദ്ദേഹത്തിന് ഒരു കാറ് വാങ്ങിക്കൊടുക്കണോ. വേറെ തന്നെ മനസ്സിൽ അല്ലാഹു തോന്നിപ്പിച്ചു, അതിനൊരു ഏറ് കൊടുക്കണോ. ഒരു കേസുമില്ല. അല്ലാഹു തആല അവരെയും നന്നാക്കട്ടെ. ആമീൻ പറയണം, എല്ലാവരും ആമീൻ പറയണോ. റമളാൻ മാസമാണ്, അവർ നന്നായാൽ എത്ര നല്ലതാ. അങ്ങനെയാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ച സ്വഭാവം. അതാണ് നബി സല്ലല്ലാഹുവിന്റെ പവർ. അതാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവർ. അവിടുത്തെ ഉമ്മത്തുകളെ പഠിപ്പിച്ച സ്വഭാവം എത്ര പരിശുദ്ധമാണ്. സുബ്ഹാനല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഞാൻ അബുദാബിയിൽ നാഷണൽ തിയേറ്ററിൽ വരുന്ന വെള്ളിയാഴ്ച രാത്രി, ശനിയാഴ്ച രാവ്, വെള്ളിയാഴ്ച അസ്തമിച്ച രാത്രി തറാവീഹിന്റെ ശേഷം പ്രസംഗമുണ്ട്. അവിടെ വിശദീകരിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ 9 കാര്യം, ഖുർആനിൽ വന്ന 9 കാര്യമാണ് പറഞ്ഞത്. സൂറത്തു തൗബയിലുള്ള 9 കാര്യമാണ് പറഞ്ഞത്. ഓ മുഅ്മിനീങ്ങളെ,
നിങ്ങൾ ഓർക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, സലാസുൻ മൻ കുന്ന ഫീഹി ഹാസബഹുല്ലാഹു ഹിസാബൻ യസീറാ. 3 കാര്യമുള്ളവർ എളുപ്പത്തിലുള്ള വിചാരണയിലതാ പടച്ചവന്റെ അടുക്കൽ രക്ഷപ്പെടാൻ കഴിയും. ഗ്രീൻ ചാനലിലൂടെ ഇറങ്ങിയങ്ങ് പോകാൻ കഴിയും. കടുത്ത ചോദ്യമില്ല, കണക്ക് ചോദ്യമില്ല. മന്നൂഖിസ ഫിൽ ഹിസാബി ഫഖദ് ഹലക. ഒരു മനുഷ്യനോടുള്ള കണക്ക് ശരിക്ക് ചോദിച്ചാൽ അവൻ നശിച്ചത് തന്നെ. അല്ലാഹുവേ, നീ ഞങ്ങളുടെ ഹിസാബ് എളുപ്പമാക്കി തരണം റഹ്മാനെ. ഹിസാബിന്റെ സമയത്ത് എളുപ്പത്തിൽ പോകാം. അതിനെന്താ വേണ്ടത്? സുബ്ഹാനല്ലാഹ്. അവിടുന്ന് പറഞ്ഞില്ലേ, തുഅ്തി മൻ ഹറമക് വതസിലു മൻ ഖതഅക് വതഅഫു അമ്മൻ ളലമക്. അതേ, നിനക്ക് തരാത്തവൻ അങ്ങോട്ട് കൊടുക്കുക, ഇങ്ങോട്ട് തരാത്തവൻ അങ്ങോട്ട് കൊടുക്കുക. വതസിലു മൻ ഖതഅക്, ഇങ്ങോട്ട് ബന്ധം മുറിച്ചവനോട് അങ്ങോട്ട് ബന്ധം ചേർക്കുക, ഇങ്ങോട്ട് ബന്ധം മുറിച്ചവനോട് അങ്ങോട്ട് ബന്ധം ചേർക്കുക. വതഅഫു അമ്മൻ ളലമക്, നിന്നെ ആക്രമിച്ചവന് വിട്ടുവീഴ്ച ചെയ്യുക. ആക്രമിച്ചവന് പകരം ചെയ്യണമെന്ന തോന്നലുണ്ടാകാൻ പാടില്ല. നീ ആക്രമിച്ചവന് വിട്ടുവീഴ്ച ചെയ്യുക. അങ്ങനെ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ വളരെ പെട്ടെന്ന് സ്വർഗത്തിലേക്ക് എത്തിക്കുമെന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരാളോടും വൈരാഗ്യമില്ലാത്ത മനസ്സ്, ആരോടും വിദ്വേഷമില്ലാത്ത മനസ്സ്, ആരോടും തന്നെ വെറുപ്പ് വെക്കാത്ത മനസ്സ്, അങ്ങനെ ഒരു മനസ്സല്ലേ നമുക്കുണ്ടാകേണ്ടത്. സ്വന്തം ഭാര്യമാർക്ക് വിട്ടുവീഴ്ച ചെയ്യാത്ത ഭർത്താക്കന്മാരാകരുത്, മക്കൾക്ക് വിട്ടുവീഴ്ച ചെയ്യാത്ത ബാപ്പമാരാകരുത്, സഹോദരീ സഹോദരന്മാർക്ക് വിട്ടുവീഴ്ച ചെയ്യാത്തവരാകരുത്. റമദാനിൽ നമ്മുടെ നാട്ടിലുള്ള പാവപ്പെട്ട സഹോദരിമാർ, പാവപ്പെട്ട ജ്യേഷ്ഠന്മാർ, അനുജന്മാർ, കുടുംബങ്ങൾ, അവർക്കൊക്കെ നമ്മൾ കഴിയുന്ന സഹായം എത്തിച്ചു കൊടുക്കണം. ഉസ്താദേ, അത് മാത്രം പറയരുത്. എന്തേ? കഴിഞ്ഞ കൊല്ലം ഞാൻ പെങ്ങൾക്ക് 5000 രൂപ അയച്ചു കൊടുത്തു. എന്നിട്ട് അവളെ കയ്യിൽ ഞാൻ തന്നെ വാങ്ങിക്കൊടുത്ത ഫോണുണ്ട്, നമ്പറും ഉണ്ട്. എന്നിട്ട് 8 ദിവസത്തേക്ക് അവൾ എന്നോട് കിട്ടിയ വിവരം പറഞ്ഞില്ല. അവസാനം പിന്നെ ഞാൻ വിളിച്ച്, എന്റെ പുറക്ക് വിളിച്ച്, ഭാര്യനോട് ചോദിച്ച്, എല്ലാം കൂടി ചോദിച്ച് അവസാനം കിട്ടി എന്നുള്ള വിവരം പറഞ്ഞു. അങ്ങനത്തെ ഒരിക്കൽ കൊടുക്കണ്ടെന്നാ എന്റെ തീരുമാനം. ഓ മോനെ, നിനക്കല്ല തരുന്നത് നിർത്തിയിട്ടില്ല. നിനക്കല്ല ഇപ്പോഴും തരുന്നില്ലേ? നീ അല്ല തരുന്നതിൽ നിന്നല്ലേ കൊടുക്കുന്നത്. നീ അത് നിർത്തണ്ട. നീ ആ ഭാര്യക്ക്, നീ ആ പെങ്ങൾക്ക് ഇനിയും കൊടുക്കണം. അല്ലാഹുവാണ് നിനക്ക് തരുന്നതെന്ന് ഓർമ്മിക്കണം. ഒരിക്കലും തന്നെ നീ അത് നിർത്തണ്ട. ഇതുപോലെ നിന്നോട് ആര് തെറ്റ് ചെയ്തോ മാപ്പ് ചെയ്തു കൊടുത്തേക്കണം. ഇപ്പോൾ സമയം പോരാ. സ്ത്രീകളെന്ന് പറഞ്ഞാൽ അവർ ദുർബലരാണ്. അവർക്ക് ബുദ്ധി പുരുഷന്മാരെ പോലെ ഇല്ലെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വമാ നുഖ്സാനു അഖലിനാ യാ റസൂലല്ലാഹ്, ഞങ്ങളെ ബുദ്ധിക്കുള്ള ചുരുക്കം എന്താ നബിയെ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതെ, ഒരു പുരുഷൻ സാക്ഷി നിൽക്കുന്ന സ്ഥലത്ത് 2 സ്ത്രീ വേണമെന്നല്ലേ? കാരണം ബുദ്ധിയുടെ കുറവല്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഹദീസിലുണ്ട്. അപ്പൊ നിങ്ങൾ ഓർക്കണം, സ്ത്രീകൾ ദുർബലരാണ്, ബുദ്ധി കുറഞ്ഞവരാണ്. ബുദ്ധി കുറഞ്ഞ നമ്മുടെ സ്ത്രീകൾ, അവരെ വാക്കിലോ പ്രവൃത്തിയിലോ ചെറിയ അപാകതകൾ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മളിങ്ങനെ മനസ്സിൽ വെച്ചുകൂടിയിട്ട് അവർക്കതിന് പകരം ചെയ്യണമെന്ന ചിന്ത നമ്മുടെ കൽബിലുണ്ടാകരുത്. ദുർബലന്മാരാണ് അവരെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ വീട്ടിൽ നമ്മൾ കയറി ചെന്നപ്പോ 3 വയസ്സുള്ള കുട്ടി 30 വയസ്സുള്ള ഉമ്മാനോട് കസരത്ത് കയറുന്നത് കണ്ടില്ലേ? 3 വയസ്സുള്ള കുട്ടി ഉമ്മാനെ വിറകെടുത്ത് എറിയുന്നത് കണ്ടില്ലേ? 3 വയസ്സുള്ള കുട്ടി ഉമ്മാനെ മാന്തിപ്പറിക്കുന്നത് കണ്ടില്ലേ? എന്തേ കാരണം? ഈ കുട്ടിയുടെ ബുദ്ധിയുടെ കുറവാണ്. ആ കുട്ടിക്ക് ബുദ്ധിയില്ല, സ്വന്തം ഉമ്മ നന്മയെ ഉദ്ദേശിക്കുന്നുള്ളൂ. ആ കുട്ടിക്ക് വേണ്ടി ആ ഉമ്മന്റെ ജീവിതം തന്നെ. പക്ഷെ ഉമ്മ എന്താ ചെയ്തത്? ഉമ്മയെ സംബന്ധിച്ച് കുട്ടിക്ക് കംപ്ലൈന്റ് ആണ്. എന്താ കംപ്ലൈന്റ്? തീക്കൊള്ളി വലിക്കാൻ അനുവദിച്ചില്ല. പിന്നെയോ അതാ കയ്യിൽ കത്തി കൊടുത്തിട്ട് ഉള്ളി വെട്ടാൻ സമ്മതിച്ചില്ല, പച്ചക്കറി മുറിക്കാൻ സമ്മതിച്ചില്ല. അതിന്റെ പേരിൽ 3 വയസ്സുള്ള കുട്ടി ഉമ്മയോട് പ്രതിഷേധം കാണിക്കുകയാണ്. കുട്ടിയുടെ വിവരക്കുറവല്ലേ സഹോദരന്മാരെ? ഇതുപോലെ പുരുഷന്മാരെ പോലെയുള്ള പരിപൂർണത സ്ത്രീകളെ ബുദ്ധിക്കുണ്ടാവൂല. അതുകൊണ്ട് അവരുടെ സ്വഭാവത്തിൽ എപ്പോഴും ചെറിയ വളവുണ്ടാകും. ആ വളവ് സഹിക്കാനും പൊറുക്കാനുമുള്ള തന്റെ ഇടം നമുക്കുണ്ടാകണം. സ്വന്തം ഭാര്യമാരെ കശക്കുന്നവരാകരുത്. ഒരു സ്ത്രീ വിളിച്ചിട്ട് വരെ, ഉസ്താദേ, ഉദാഹരണം പറയാണ്, ഫോൺ ചെയ്യാതിരിക്കാൻ വേണ്ടി വരക്കണോ? ആര്? ഭർത്താവേ. അതെന്താ? ഫോൺ ചെയ്താൽ അങ്ങനത്തെ കശക്കലാണ്. ഫോൺ കിട്ടാതിരിക്കാൻ വരക്കാണ്. അങ്ങനെയും ആയിപ്പോരുത്. ഭാര്യമാരോട് നല്ല നിലക്ക് പെരുമാറണം, നല്ല വാക്ക് പറയണം, പുഞ്ചിരിക്കണം. നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് ധർമ്മമാണ്. ഭാര്യമാരെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് ധർമ്മമാണ്. എപ്പോഴും നല്ല വാക്ക്, നല്ല സംസാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഒരിക്കലും മോശമായ വാക്കുണ്ടാകരുത്. തെറി പറയലും ചീത്ത പറയലും നിസ്സാരപ്പെടുത്തലും പരിഹസിക്കലും അതൊന്നും മുഅ്മിനായ മനുഷ്യന്റെ ഏർപ്പാടല്ല.
എപ്പോഴും നല്ല വാക്കുകളായിരിക്കണം. ഓ സഹോദരന്മാരെ, അള്ളാഹുവാണ് തരുന്നവൻ, അള്ളയാണ് തടയുന്നവൻ. ആ അള്ളാഹു എന്റെ രഹസ്യവും പരസ്യവും അറിയുന്നുവെന്ന ബോധത്തോടുകൂടെ നമ്മുടെ ജീവിതം നയിക്കണം. അങ്ങനെ അതാ പരിശുദ്ധ ഖുർആൻ അർറാക്കിഊന അസ്സാജിദൂൻ അൽആമിറൂന ബിൽ മഅറൂഫി വന്നാഹൂന അനിൽ മുൻകർ, റുകൂഉം സുജൂദും ചെയ്ത് നിസ്കരിക്കുന്നവരെന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹ് പറയുന്നു നല്ലത് കൽപ്പിക്കുന്നവർ, ചീത്ത വിരോധിക്കുന്നവർ. നല്ല കാര്യങ്ങൾ എപ്പോഴും കൽപ്പിച്ചുകൊണ്ടിരിക്കണം, ചീത്തയായ കാര്യങ്ങൾ വിരോധിച്ചുകൊണ്ടിരിക്കണം. അത് ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ പവറാണ്. പൂർവകാല സമുദായങ്ങളിലുള്ള പണ്ഡിതന്മാർ അവരതാ അവരുടെ അനുയായികൾ തെറ്റ് ചെയ്തപ്പോ അവരത് താക്കീത് ചെയ്തില്ല. ലൗലാ യൻഹാഹുമുർ റബ്ബാനിയൂന വൽ അഹ്ബാറു അൻ ഖൗലിഹിമുൽ ഇസ്മ വഅഖിലിഹിമുസ് സുഹത ലബിസ മാ കാനൂ യസ്നഊൻ. മുൻകാലത്ത് തൗറാത്തും ഇഞ്ചീലും ഒക്കെ കയ്യിലുണ്ടായിട്ട് ആ തൗറാത്തിലും ഇഞ്ചീലിലും പറഞ്ഞതുപോലെ ജീവിക്കുകയോ അത് ജീവിക്കാൻ പ്രചോദനം നൽകുകയോ ചെയ്തില്ല. പലിശ വാങ്ങുമ്പോൾ മിണ്ടിയില്ല, കൈക്കൂലി വാങ്ങുമ്പോൾ മിണ്ടിയില്ല, കള്ളം പറയുമ്പോൾ മിണ്ടിയില്ല. അങ്ങനെ ഏത് തെറ്റിനും അംഗീകാരം കൊടുത്തു അതേ അഹ്ലി കിതാബിലുള്ള പണ്ഡിതന്മാർ. അതിന്റെ പേരിൽ പരിശുദ്ധ ഖുർആൻ അവരെ ആക്ഷേപിച്ചു. അതേ സമയത്ത് ഈ ഉമ്മത്ത് അങ്ങനെയല്ല. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി. നല്ല കാര്യം കൽപ്പിക്കുന്ന, ചീത്ത കാര്യം വിരോധിക്കുന്ന ഏറ്റവും ഉത്തമമായ സമുദായമാണ് ഈ സമുദായം. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ നമുക്ക് കാണാം, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം പറഞ്ഞു, അതാ ഇസ്ലാമിന്റെ ഉദാഹരണം ഒരു കപ്പൽ പോലെയാണ്. മേലെയും താഴെയും 2 നിലകളുള്ള കപ്പൽ. മേലെ നിലയിലുള്ളവർക്ക് വെള്ളം വേണം, അവർക്ക് വെള്ളം സമീപത്ത് തന്നെ ഉണ്ട്. താഴെ നിലയിലുള്ളവർക്ക് വെള്ളം വേണമെങ്കിൽ മേലെ പോയെടുക്കണം. മേലെയും താഴെയും വെള്ളമുണ്ട്, അങ്ങനെയുള്ളൊരു കപ്പൽ. താഴെ നിലയിലുള്ളവർ മേലെ പോയി വെള്ളമെടുത്ത് ഇങ്ങനെ ജീവിക്കുന്നു. അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ താഴെ നിലയിലുള്ളൊരു മനുഷ്യനൊരു തോന്നല്. എന്താ തോന്നല്? എന്തിനാ നമ്മൾ മേലെ പോയിട്ട് അവരെ ബഹുമാനിക്കുന്നത്? എന്തിനാ നമ്മൾ അങ്ങോട്ട് പോകുന്നത്? നമുക്കിവിടെ തന്നെ വെള്ളമില്ലേ? എവിടെ? കടലിൽ ധാരാളം വെള്ളമില്ലേ? നമ്മൾ വെള്ളത്തിന്റെ അടുത്തല്ലേ? അതുകൊണ്ട് ഈ കപ്പലിനൊരു ചെറിയ ദ്വാരമുണ്ടാക്കിയ വെള്ളം നമ്മൾ അന്വേഷിച്ച് ഇങ്ങോട്ട് വരൂലേ? നമ്മളതിനാ വെള്ളവും നോക്കി അങ്ങോട്ട് പോകുന്നത്. അതാ സുബ്ഹാനല്ലാഹ്, ഒരാളൊരു ചെറിയ ഉളിയെടുത്ത് അല്ലെങ്കിൽ മെഴുവെടുത്ത് കപ്പലിന് ദ്വാരമുണ്ടാക്കുകയാണ്. അപ്പൊ കപ്പലിൽ 3 വിഭാഗം. ഒരു വിഭാഗം പറയുന്നത് എന്താണ്? അവരങ്ങനെ വെള്ളം എടുക്കട്ടെ, നമുക്ക് വെള്ളം എളുപ്പത്തിൽ കിട്ടട്ടെ. വേറൊരു വിഭാഗം എന്താ പറയുന്നത്? സുബ്ഹാനല്ലാഹ്, അങ്ങനെ വെള്ളമെടുത്താൽ ഈ വെള്ളം കയറിയിട്ട് നമ്മളെല്ലാവരും ഒന്നായി മുങ്ങിപ്പോകും, അതുകൊണ്ട് തുറക്കാൻ വിട്ടുകൂടാ. അപ്പൊ വേറൊരു കൂട്ടർ എന്താ പറയുന്നത്? അങ്ങനെ വേണ്ട, തുറക്കുന്നവർ തുറക്കട്ടെ, അങ്ങനെ എടുക്കുന്നവർ അങ്ങനെ എടുക്കട്ടെ, നമുക്ക് മേലേന്ന് തന്നെ എടുക്കാം. സുബ്ഹാനല്ലാഹ്, ഈ കപ്പലിൽ രക്ഷപ്പെടുന്ന പ്രവർത്തനം ചെയ്യുന്നവരാരാണ്? രക്ഷപ്പെടുന്ന വാക്ക് പറയുന്നവരാരാണ്? വിജയം കൈവരിക്കുന്നവരാരാണ്? ആ പലകയ്ക്ക് ചെറിയൊരു ദ്വാരം വരുത്തിയാൽ മുഴുവനാളും ചരക്കുകളും ഒന്നായി നശിക്കൂലേ? ഇതുപോലെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം അതിന്റെ മേലെ തട്ടിൽ ജീവിക്കുന്നവരല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തും അയിമ്മത്ത് മുജ്തഹിദീങ്ങളുമായ മഹാന്മാരും. ആ മഹാന്മാര് അവര് പഠിപ്പിച്ചതനുസരിച്ച് അവരെ പിന്തുടർന്നുകൊണ്ടല്ലേ ജീവിക്കേണ്ടത്. അവരെ പിന്തുടർന്ന് ജീവിക്കുമ്പോൾ നമുക്കെപ്പോഴും ശുദ്ധവെള്ളം കിട്ടുന്നത് പോലെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഹഖായ നിലക്ക് നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. നേരെ മറിച്ച് അവരുടെ അടുക്കൽ നിന്ന് വെള്ളമെടുക്കാതെ ഞങ്ങൾ തന്നെ വെള്ളം ഇങ്ങെടുക്കാമെന്ന നിലക്ക് സുബ്ഹാനല്ലാഹ് ഓരോരുത്തരും പരിശുദ്ധ ഖുർആൻ നോക്കിയിട്ട് നിങ്ങൾ കണ്ടില്ലേ, നമ്മുടെ നാട്ടിൽ നിസ്കാരം 3 ആണെന്ന് വാദിച്ചവരില്ലേ? സുബ്ഹാനല്ലാഹ്, നിസ്കാരം തീരെ വേണ്ടെന്ന് പറഞ്ഞവരില്ലേ? അതുപോലെ തന്നെ നിസ്കാരം തന്നെ വേണ്ട, ഇബാദത്ത് വേണ്ടെന്ന് പറഞ്ഞവരില്ലേ? പരിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്ത് നിസ്കാരത്തെ നിഷേധിച്ചവർ, നോമ്പിനെ ചോദ്യം ചെയ്തവർ, സുബ്ഹാനല്ലാഹ് അതേ സുന്നത്ത് കർമ്മം വേണ്ടെന്ന് പറഞ്ഞവർ, അങ്ങനെ പലരുമില്ലേ? പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ തുറന്ന് ഇസ്ലാമിനെ നശിപ്പിക്കാൻ ഉറങ്ങുന്ന കക്ഷികൾ അവരങ്ങനെ നശിപ്പിക്കുമ്പോൾ നോക്കിയിരുന്നാലോ ഈ കപ്പലിൽ വെള്ളം കയറി കപ്പൽ മുങ്ങി നശിച്ചു പോകുന്നത് പോലെ ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാം നശിച്ചു പോകാൻ കാരണമാകുമെന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അൽആമിറൂന ബിൽ മഅറൂഫി വന്നഹൂന അനിൽ മുൻകരി, നല്ല കാര്യം കൽപ്പിക്കുന്നവരാകണം, ചീത്തക്കാര്യം വിരോധിക്കുന്നവരാകണം. പരിശുദ്ധ ഖുർആൻ പ്രത്യേകം പറയുകയാണ്, അൽആമിറൂന ബിൽ മഅറൂഫി വന്നഹൂന അനിൽ മുൻകരി വൽ ഹാഫിദൂന ലിഹുദൂദില്ലാഹ്, അല്ലാഹുവിന്റെ അതിർവരമ്പുകളെ സൂക്ഷിക്കുന്നവരാകണം. ഒരിക്കലും തന്നെ
കടുപ്പം കൂട്ടുന്നവരാകരുത്, ഒരിക്കലും തന്നെ തീവ്രവാദികളാകരുത്, ഭീകരവാദികളാകരുത്. കദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതൻ ലിതകൂനൂ ശുഹദാ അലന്നാസി വയകൂന റസൂലു അലൈക്കും ഷഹീദാ. ഇപ്പോൾ സമയമില്ല, നിങ്ങൾ കേൾക്കണം. എന്റെ CD-യുണ്ട്, ഇസ്ലാം ജിഹാദ് ഭീകരത. ആ CD കേൾക്കാൻ വേണ്ടി മുഅ്മിനീങ്ങൾ ശ്രമിക്കണം. ഞാനതിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ജല്ല ജലാലുഹു നമ്മെ ഉത്തമ സമുദായമായി, മധ്യ സമുദായമായി, ഏത് വിഷയത്തിലും മധ്യ നിലവാരം പുലർത്തുന്നവരായിട്ടാണ് നിശ്ചയിച്ചിരിക്കുന്നത്. നമ്മൾ ഒരിക്കലും തീവ്രവാദികളാകരുത്, ഭീകരവാദികളാകരുത്, വർഗീയവാദികളാകരുത്. മറിച്ച് പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന വളരെ ശാസ്ത്രീയമായി, വളരെ ബുദ്ധിപരമായി പ്രചരിപ്പിക്കേണ്ട മതമാണ് ഇസ്ലാം. നല്ല ഉപദേശം നൽകി പ്രചരിപ്പിക്കേണ്ട മതമാണ് ഇസ്ലാം. ഒരിക്കലും തന്നെ ഇസ്ലാം ലൈസൽ ഇസ്ലാമു ദീനൽ മുആദാതി വലാകിൻ ദീനൽ മുആവനതി വദീനൽ മവദ്ദതി